പ്രിയപ്പെട്ടവരെ, പകൽ മുഴുവൻ തിരക്കിലായിരുന്ന മനസ്സ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോൺ മാറ്റിവെച്ചിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്, ശരീരം വിശ്രമിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ മനസ്സ് മാത്രം നിർത്തുന്നില്ല. പഴയ സംഭവങ്ങൾ ഓർമ്മ വരുന്നു. ആരോ പറഞ്ഞൊരു വാക്ക് വീണ്ടും വീണ്ടും കേൾക്കുന്നു. നാളെയെക്കുറിച്ചുള്ള ഭയം തുടങ്ങുന്നു. അപ്പോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് ഉറങ്ങാൻ കഴിയാത്തത്? നമസ്കാരം പ്രിയപ്പെട്ടവരെ, ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡ് റീസെറ്റിന്റെ 3-ാം ദിവസത്തിലേക്ക് കടക്കാം. രാത്രിയിലെ ചിന്തകളിലേക്ക്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അത് മറ്റൊന്നുമല്ല. ഒന്നാമതായി, രാത്രിയിൽ ചിന്തകൾ ശക്തമാകുന്നത് എന്തുകൊണ്ട്? രണ്ടാമതായി, പകൽ മറച്ചു വച്ച വികാരങ്ങൾ മുഴുവൻ രാത്രിയിൽ എങ്ങനെയാണ് പുറത്തു വരുന്നത്? മൂന്നാമതായി, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാവുന്ന ലളിതമായ നൈറ്റ് ബ്രെയിൻ ഡംപ് പ്രാക്ടീസ് നമ്മൾ പഠിക്കുന്നു. ഒരിക്കൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ നല്ലൊരു ജോലിയുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, സർ, പകൽ മുഴുവൻ ഒരു വിഷയമില്ല, ഐ എം വെരി മച്ച് ഓക്കെ, ജോലി ചെയ്യുന്നുണ്ട്, ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്, ഐ എം ഓക്കെയാണ്, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു, കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രാത്രി കിടക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചു, പകൽ ആ കാര്യങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല സാർ, ഞാൻ എപ്പോഴും ബിസിയാണ്. അതായിരുന്നു മറുപടി. പ്രിയപ്പെട്ടവരെ, പകൽ ഡിസ്ട്രാക്ഷൻ നമ്മുടെ ശ്രദ്ധയെ പുറത്തേക്ക് തിരിക്കുന്നു. കോൾസുകൾ, മെസ്സേജുകൾ, വാട്സപ്പ്, ഇമെയില്, ജോലി, കുടുംബം, യാത്ര, സോഷ്യൽ മീഡിയ എല്ലാം നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളുടെ ശബ്ദം താൽക്കാലികമായി മറച്ചു വെക്കുന്നു. പക്ഷേ രാത്രി നിശബ്ദമാകുമ്പോൾ, പുറത്തുള്ള ശബ്ദങ്ങൾ കുറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശബ്ദത്തെ കേൾക്കാൻ നമ്മൾ തുടങ്ങും. രാത്രി നിങ്ങളുടെ മനസ്സ് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നൊന്നുമില്ല. പക്ഷേ പകൽ മാറ്റിവെച്ച കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്നു. തോട്ട്സ് ലൂപ്പിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം അവസ്ഥകൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോ ബന്ധുക്കളോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുത്തേക്കുക. എന്നിട്ട് അവരോട് പറയുക, നോക്കൂ, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതൊന്ന് മാറ്റാൻ വേണ്ടി ചെറിയ നടപടികൾ സ്വീകരിക്കാൻ. നോക്കൂ പ്രിയപ്പെട്ടവരെ, പകൽ മാറ്റിവെച്ച കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അതിൽ നിങ്ങൾ പറയാത്ത വേദനകൾ വരും, തീർക്കാത്ത സംഭാഷണങ്ങൾ വരും, എടുക്കാത്ത തീരുമാനങ്ങൾ വരും, മനസ്സിലാകാത്ത വികാരങ്ങൾ വരും, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ വരും. ഇവയെല്ലാം മനസ്സിലെ അൺഫിനിഷ്ഡ് ആയി കിടക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മനസ്സ് പറയും, ഇത് തീർന്നിട്ടില്ല, അതുകൊണ്ട് മറക്കരുത് എന്ന് ശരിയാക്കിക്കണം. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നു. പക്ഷേ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശദമായി ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. കാരണം ഇതിൽ ഒരു വരി പോലും നിങ്ങൾക്ക് വിട്ട് കൊടുക്കേണ്ടതല്ല എന്നുള്ളതാണ്. കാരണം ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അല്ലെങ്കിൽ ജീവിതം മറ്റുള്ളവൻ കൊണ്ടുപോകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഫോർവേഡ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഈ യാത്ര സുഖകരമായി പോകാം. കൂടുതൽ അറിയാൻ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അഡ്മിനെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് www.dineshmohan.com സന്ദർശിക്കുക. അതിനകത്ത് ഓരോന്നിനെ പറ്റി വിശദമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ രാത്രിയിൽ വരുന്ന എല്ലാ ചിന്തകളും സത്യമാണോ എന്നൊരു ചോദ്യം നിങ്ങളോട് മുമ്പിൽ ഉന്നയിക്കുകയാണ്. ആണോ എന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞ്, രാത്രിയിൽ നിങ്ങൾ കിടക്കുമ്പോൾ വന്ന ചിന്തകളെല്ലാം സത്യമാണോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്ഷീണിച്ച മനസ്സ് ചെറിയ കാര്യങ്ങൾ പോലും വലുതായി കാണിക്കും. പകൽ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം രാത്രി ജീവിതം മുഴുവൻ തകർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് രാത്രി വലിയ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയാറുള്ളത്. കാരണം രാത്രി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഈ ചിന്തകളുടെ ലൂപ്പിൽപ്പെട്ടായിരിക്കും എടുക്കുക. അത് ശരിയാവത്തില്ല.
രാത്രിയിൽ നിങ്ങൾ ഒരു ബന്ധത്തെയും അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. നിങ്ങളുടെ ഭാവിയെ അങ്ങ് വിധിച്ചേക്കരുത്. നിങ്ങളുടെ ഭാവി നശിച്ചു എന്ന് തീരുമാനിക്കരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഉറക്കത്തിന് ശേഷം ഒരു 5 മിനിറ്റ് സൈലന്റ് ആയിട്ടിരുന്നാൽ നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ ഇത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ ഈ ഓവർ തിങ്കിങ് ആകുമ്പോൾ അതിനെ ഒന്ന് നിർത്തിയതിനു ശേഷം മാത്രം നമുക്ക് ഇത് മാറ്റാൻ പറ്റണം. ഇവിടെയാണ് ഒരു ആത്മീയമായ സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിശബ്ദത എന്നത് ഒരു ശൂന്യതയല്ല. ആരും കേൾക്കാതെ പോയതെല്ലാം കേൾപ്പിക്കുന്ന ഇടമാണ് നിശബ്ദത എന്നത്. അതുകൊണ്ട് രാത്രിയിലെ ചിന്തകളോട് യുദ്ധം പ്രഖ്യാപിക്കരുത്. അവയോടൊന്ന് പറയണം, നീ എന്നോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്ക്. ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇനി നമുക്ക് ഇന്നത്തെ ഒരു നൈറ്റ് ബ്രെയിൻ ഡംപ് പ്രാക്ടീസ് ഒന്ന് നോക്കാം. ഇത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പായി നിങ്ങളൊരു നോട്ട് പുസ്തകം കയ്യിലെടുക്കുക. എല്ലാ ദിവസവും ഒരു പുസ്തകം നിങ്ങൾ കയ്യിൽ വെച്ചു. ഇത് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. എന്നിട്ട് നിങ്ങൾ കിടക്കാൻ പോകുന്നത് തൊട്ട് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ പൂർത്തിയാകാതെ കിടക്കുന്ന 3 ചിന്തകളെ ഒന്ന് എഴുതി വെക്കുക. ആദ്യമായിട്ട് അത് എഴുതുക, ഇന്ന് എൻ്റെ മനസ്സിൽ പൂർത്തിയാകാതെ കിടക്കുന്ന ഡാഷ് ചിന്തകൾ ബാക്കിയുണ്ട്. ഇനി രണ്ടാമത് എഴുതുക, ഇത് സംബന്ധിച്ച് നാളെ ഞാൻ ചെയ്യാവുന്ന ചെറിയൊരു ആക്ഷൻ എന്താണ്. മൂന്നാമത് എഴുതുക, ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത് എന്തൊക്കെയാണ്. ഇത് വളരെ വിശദമായി തന്നെ ജൂനിയർ മൈൻഡ് സെറ്റിൽ, മാസ്റ്റർ മൈൻഡ് സെറ്റിൽ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. വീഡിയോക്ക് അതിൻ്റെതായ പരിമിതികൾ ഉള്ളത് കൊണ്ട് ടൈം ഗ്യാപ്പും കൂടി നോക്കാനുള്ളതുകൊണ്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മൂന്നാമതായി നിങ്ങൾ എഴുതുക, നിങ്ങൾ നിയന്ത്രണത്തിലില്ലാത്തത്. ഉദാഹരണത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇന്ന് വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ വിഷയം. അപ്പൊ നാളെ എന്ത് ആക്ഷൻ എടുക്കും? രാവിലെ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം, അല്ലേ? അപ്പൊ ഇപ്പൊ നിങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത എന്താണ്? ഞാൻ ഇപ്പൊ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യില്ല, അതുകൊണ്ട് രാവിലെ ചെയ്യാം. അതുകൊണ്ട് എന്റെ നിയന്ത്രണത്തിലല്ല അതുള്ളത് എന്ന് റിയാലിറ്റി ആക്കാം. അങ്ങനെ എഴുതിയ ശേഷം നോട്ട് ബുക്സ് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് മനസ്സിനോട് പറയുക, ഞാൻ ഒന്നും മറന്നിട്ടില്ല, ഞാൻ നാളെ ശരിയാക്കാം, ഇപ്പൊ നമുക്ക് വിശ്രമിക്കാം. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആഴത്തിലുള്ള ശ്വാസം എടുത്ത് അകത്തേക്കും പുറത്തേക്കും വിടുക. പതുക്കെ നിങ്ങൾ മനസ്സിൽ പറയുക, ഇന്നത്തെ ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും പറയുക, പൂർത്തിയാക്കാത്തതെല്ലാം, ഇന്ന് തന്നെ തീർക്കേണ്ടതല്ല, അത് നാളേക്ക് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. നാളെയുടെ ഭാരം ഇന്ന് ഞാൻ ചുമക്കേണ്ടതില്ല എന്നത് തീരുമാനമെടുക്കുക. പ്രാക്ടീസ് ചെയ്യുമല്ലോ, അല്ലേ? ഈ പാട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്ലേ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉറക്കം ചിന്തകളോട് യുദ്ധം ചെയ്ത് നേടേണ്ട ഒരു സാധനമല്ല. മനസ്സിന് സുരക്ഷയും സമാധാനവും നൽകുമ്പോൾ ഉറക്കം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സ് രാത്രി സംസാരിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അത് പറയുന്നത് കേൾക്കുക, ആവശ്യമായി എഴുതി വെക്കുക, നാളത്തേക്കുള്ളത് നാളത്തേക്ക് വിട്ടുകൊടുക്കുക. അപ്പൊ ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അഫർമേഷൻ കൂടി പറഞ്ഞുതരാം, എഴുതി വെച്ചോളൂ. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയുടെ ഭാരം ഞാൻ ചുമക്കുന്നില്ല. രാത്രിയിൽ നിങ്ങളുടെ മനസ്സ് കൂടുതലായി ചിന്തിക്കുന്നത് എന്തിനെ പറ്റിയാണെന്ന് ഓർക്കുക. അത് ചിലപ്പോൾ ഫാസ്റ്റ് ആണോ, ഫ്യൂച്ചറാണോ, റിലേഷൻഷിപ്പാണോ, മണിയാണോ എന്ന് ഒന്ന് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നമ്മൾക്ക് ഇനി മനസ്സിലാക്കേണ്ട ഓരോ ദിവസങ്ങളും ഇത്തരം കാര്യങ്ങളെയാണ്. അപ്പൊ നാളെ നമുക്ക് വീണ്ടും കാണാം. അത് ഒന്നും ചെയ്യാൻ കഴിയാത്തതാണോ വിഷയം, അല്ല ഒന്നും ചെയ്യാൻ മനസ്സില്ലാത്ത ആ മടിയാണോ നമ്മുടെ വിഷയം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ലെന്നും ചിന്തകളെ കേൾക്കുന്ന ബോധമാണെന്നും തിരിച്ചറിയുക. സോ പ്രിയപ്പെട്ടവരെ, മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ ലൈഫ് എന്ന് മറക്കാതിരിക്കുക. അപ്പോൾ ഡോക്ടർ ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ് ഫ്രം യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ.